തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ കുറിച്ച് ചർച്ച ആരംഭിച്ചു തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേട്ടമുണ്ടാക്കിയതോടെ LDF സർക്കാരിന് അധികാര തുടർച്ചയുണ്ടാകില്ലെന്നും 10 വർഷത്തിനു ശേഷം UDF സംസ്ഥാനത്ത് ഭരണത്തിലേറുമെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തലുകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ വാർഡുകളിലെ ഫലമനുസരിച്ച് നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ മുന്നണികളുടെ ഭൂരിപക്ഷം പരിശോധിക്കാം. ഡിസംബർ 13 വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമനുസരിച്ച് സംസ്ഥാനത്ത് ആകെയുള്ള 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 80 സീറ്റിലാണ് UDFന് ഭൂരിപക്ഷമുള്ളത്. നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 71 സീറ്റുകൾ ഈ നിലയിൽ UDFന് ജയിച്ചു കയറാനാകും. പക്ഷേ നേതാക്കൾ അവകാശപ്പെടുന്നത് പോലെ 100 സീറ്റ് എന്നത് ഇപ്പോഴും അകലെയാണ്. തദ്ദേശ ഫലം അനുസരിച്ച് LDFന് 58 സീറ്റുകളിലാണ് നിലവിൽ ഭൂരിപക്ഷമുള്ളത്. NDAക്ക് 2 സീറ്റുകളിലാണ് സാധ്യത കാണുന്നത്. 2016 നിയമസഭയിലേക്ക് ഒരു സീറ്റ് നേടിയ NDAക്ക് 2021 അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. പുതിയ നേതൃത്വത്തിന് കീഴിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. തദ്ദേശത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ മലപ്പുറം, വയനാട്, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ UDFന് വലിയ മേൽക്കൈയുണ്ട്. എന്നാൽ നിലവിൽ പത്തനംതിട്ടയിൽ UDFന് ഒരു MLA പോലും ഇല്ലാത്ത ജില്ലയാണ്. കോഴിക്കോടും UDFന് മുൻതൂക്കമുണ്ടാക്കാൻ സാധിച്ചെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കോൺഗ്രസിന്റെ നെഞ്ചിടിപ്പേറ്റുന്ന ജില്ലയാണിത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യവും നിയമസഭാ സാഹചര്യവും രണ്ടായതിനാൽ ഇതിന്റെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതേസമയം രാഷ്ട്രീയ വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് തല വോട്ടുകൾ ഉൾപ്പെടുത്താത്ത കണക്കാണിത്. ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ 7-ൽ 7 എന്ന നിലയിലാണ് UDFും LDFും ഉള്ളത്. രാഷ്ട്രീയ വോട്ടുകൾ വിധി നിർണയിക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ 7 ഇടത്ത് ജയിക്കാനായി എന്നത് LDFന് ആശ്വാസമേകുന്ന കാര്യമാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വിജയം. 2020 എറണാകുളം, മലപ്പുറം, വയനാട് എന്നിവയൊഴികെയുള്ള എല്ലാ ജില്ലാ പഞ്ചായത്തുകളും LDFനൊപ്പമായിരുന്നു. 2010 കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നിങ്ങനെ 6 ഇടത്തായിരുന്നു LDFന് വിജയം. UDFന് 8 ജില്ലാ പഞ്ചായത്തുകൾ ലഭിച്ചു. തൊട്ടടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തിയെങ്കിലും 72 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. LDFനാകട്ടെ 68 സീറ്റും.